വചനോത്സവം ഓൺലൈൻ തിരുമുഖ ആരാധനയിലേക്ക്, ഈശോയുടെ തിരുവചനത്തെ സ്നേഹിക്കുന്ന ആരാധനയിലേക്ക് നമുക്ക് ഒരുമിച്ച് പ്രവേശിക്കാം. ഇന്നേ ദിവസം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് രാത്രിയിൽ വിശ്രമത്തിന് മുൻപായിട്ട് ഈശോയുടെ തിരുമുഖത്തെ സ്നേഹിച്ച്, ഈശോയുടെ തിരുവചനത്തെ സ്നേഹിച്ച് ആരാധിച്ച് ദൈവത്തിന് നമുക്ക് നന്ദി പറഞ്ഞ് കിടന്നുറങ്ങുവാൻ പോകാം. ഇന്നേ ദിവസം നമ്മൾ ധ്യാനിക്കുന്ന തിരുവചനം വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 5-ാമത്തെ അധ്യായത്തിലെ 9-ാമത്തെ വാക്യമാണ്. അടുത്തായാലും അകലെയായാലും അവിടുത്തെ പ്രസാദിപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അടുത്തായാലും അകലെയായാലും അവിടുത്തെ പ്രസാദിപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. സ്നേഹം നിറഞ്ഞവരെ, അനുദിന ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് ജീവിക്കുമ്പോൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ലക്ഷ്യങ്ങളുണ്ട്. നമുക്ക് ആ ലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനമായി വെക്കേണ്ടതായിട്ടുള്ള ലക്ഷ്യം ഇതാണ്: അടുത്തായാലും അകലെയായാലും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതമാക്കി നമ്മുടെ ജീവിതത്തെ മാറ്റണം. അടുത്ത് എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള ദേവാലയത്തിലായിരിക്കുമ്പോഴും, ദേവാലയത്തിൽ നിന്ന് ബലിയർപ്പിച്ചതിനും പ്രാർത്ഥിച്ചതിനു ശേഷം പടിയിറങ്ങുമ്പോൾ, അകലങ്ങളിലായിരിക്കുമ്പോഴും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം. ഒരു ദിവസത്തിൻ്റെ ഓരോ മിനിറ്റുകളിലും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു വ്യക്തിയായി നമ്മൾ മാറണം. അതിന് പ്രാധാന്യം കൊടുക്കണം. നമ്മുടെ വാക്കുകളുടെ തലങ്ങളിൽ, ചിന്തകളുടെ തലങ്ങളിൽ, നമ്മുടെ ഓർമ്മകളുടെയും ഭാവനകളുടെയും തലങ്ങളിൽ, വാക്കുകളുടെ തലങ്ങളിലൊക്കെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിട്ട് നമ്മുടെ വാക്കുകളും പ്രവർത്തികളും ചിന്തകളും ഒക്കെ മാറണം. സ്നേഹം നിറഞ്ഞവരെ, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു വിശുദ്ധ ആത്മാവായി നമ്മൾ മാറട്ടെ. അതിനുവേണ്ടി നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ മുമ്പിൽ ആരാധിക്കുമ്പോൾ ഈ ഒരു കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അടുത്തായിരിക്കുമ്പോഴും അകലെയായിരിക്കുമ്പോഴും വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും ചിന്തകളിലൂടെയും ഭാവനകളിലൂടെയും അങ്ങയെ പ്രസാദിപ്പിക്കുന്ന ഒരു വിശുദ്ധ ആത്മാവാക്കി എന്നെ മാറ്റണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, ഒരു ഗാനത്തിൻ്റെ ഇരടികളോട് ചേർന്നുകൊണ്ട് നമ്മുടെ മനസ്സിൽ ഈ ഒരു പ്രാർത്ഥന നമുക്ക് ഈശോയോട് സമർപ്പിക്കാം. കർത്താവേ, അകലങ്ങളിലായിരിക്കുമ്പോഴും അടുത്തായിരിക്കുമ്പോഴും എൻ്റെ വാക്കുകളും പ്രവൃത്തികളും വിചാരങ്ങളും ചിന്തകളും ഭാവനകളും അങ്ങേ പ്രസാദിപ്പിക്കുന്നതായി മാറുവാൻ കൃപ തരണമേ എന്ന് ഒരു ഗാനം ആലപിച്ച് പാടി പ്രാർത്ഥിക്കാം. ദൈവമേ, നിൻ പാദേ സർവമർപ്പിച്ചേ
സ്നേഹം നിറഞ്ഞവരെ, ഇന്നേ ദിവസം നമ്മൾ സ്നേഹിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന ഈശോയുടെ വചനം ലൂക്കായുടെ സുവിശേഷം 12-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യമാണ്. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 12-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യത്തെയാണ് നമ്മൾ ഇന്ന് രാത്രിയിൽ കിടന്നിറങ്ങുമ്പോൾ സ്നേഹിക്കാൻ പോകുന്ന വചനം ഇതാണ്: മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏതൊരുവനെയും ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ മനുഷ്യപുത്രനും ഏറ്റുപറയും. ഇതാണ് വചനം. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏതൊരുവനെയും ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ മനുഷ്യപുത്രനും ഏറ്റുപറയും. സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ കണ്ണു തുറന്ന് പ്രഭാതത്തിൽ നമ്മുടെ ജീവിതം ആരംഭിക്കുമ്പോൾ നമ്മൾ പല വ്യക്തികളുടെയും സാഹചര്യങ്ങളുടെയും മുമ്പിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. അവരുടെ മുമ്പിൽ നമ്മുടെ നാവുകളിൽ നിന്നും കടന്നു വരുന്ന വാക്കുകൾ കൊണ്ടും നമ്മുടെ സാന്നിധ്യം കൊണ്ടും നമ്മുടെ ചിന്തകൾ കൊണ്ടും യേശുവിനെ ഏറ്റുപറയുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ സാന്നിധ്യം യേശുവിനെ ഏറ്റുപറയുന്ന സാന്നിധ്യമാക്കി നമ്മൾ മാറ്റണം. നമ്മുടെ വാക്കുകളിലൂടെ യേശുവിനെ പ്രഘോഷിക്കുന്ന വാക്കുകളാക്കി മാറ്റണം നമ്മുടെ സാന്നിധ്യവും വാക്കുകളും ഒക്കെ. സ്നേഹം നിറഞ്ഞവരെ, ഇത് പ്രധാനപ്പെട്ട ഒരു പ്രവൃത്തിയാണ്. ഈശോയെ പകർന്നു കൊടുക്കുന്ന വ്യക്തികളായി മാറണം. അതിന് എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ഉള്ളിലുള്ള ആന്തരിക മനുഷ്യനിൽ യേശുവിനെ സഹജമായ ഈശോ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ, വചനങ്ങൾ അത് ജീവിതമായിട്ട് മാറുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലൂടെയും വാക്കുകളിലൂടെയും ചിന്തകളിലൂടെയും സാന്നിധ്യത്തിലൂടെയും യേശുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ സാധിക്കുക. അങ്ങനെ പകർന്നു കൊടുക്കുമ്പോൾ നമ്മുടെ മരണത്തിന് ശേഷം ഈശോയുടെ അടുത്ത് ചെല്ലുമ്പോൾ ഈശോ നമ്മളെ ഏറ്റുപറയും, നമ്മളെ ഈശോയുടെ കൂടെ ഇരുത്തും. സ്നേഹം നിറഞ്ഞവരെ, നാളെ പ്രഭാതത്തിൽ കണ്ണു തുറക്കുമ്പോൾ ചെയ്യേണ്ട പ്രവൃത്തി, സായാഹ്നം വരെ ചെയ്യേണ്ട പ്രവൃത്തി, നമ്മുടെ ചിന്തകൾ കൊണ്ട്, വാക്കുകൾ കൊണ്ട്, പ്രവൃത്തികൾ കൊണ്ട് യേശുവിനെ ഏറ്റുപറയുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കണം. യേശുവിൻ്റെ കൃപയോടുകൂടി അതിന് ഉള്ളിൽ വചനങ്ങൾ നിറഞ്ഞ് ഉള്ളിലെ ആന്തരിക മനുഷ്യൻ ഈശോയെ സ്നേഹിക്കുന്ന മനുഷ്യനായി, ഈശോയുടെ വചനങ്ങൾ ജീവിക്കുന്ന മനുഷ്യനായിട്ട് മാറുമ്പോൾ ഈശോനെ ഏറ്റുപറയുവാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ സാന്നിധ്യം യേശുവിനെ ഏറ്റുപറയുന്ന സാന്നിധ്യമാക്കി മാറ്റാം. നമ്മുടെ വാക്കുകൾ യേശുവിനെ ഏറ്റുപറയുന്ന വാക്കുകളാക്കി മാറ്റാം. ഈ ഒരു കൃപയ്ക്ക് വേണ്ടി ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ നമുക്ക് ഈശോയോട് അപേക്ഷിക്കാം. കണ്ണുകൾ അടയ്ക്കാം. ഇരുകരങ്ങളും ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഈശോയെ, അങ്ങേ ഏറ്റുപറയുവാൻ എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്തായിരിക്കുമ്പോഴും അകലെയായിരിക്കുമ്പോഴും കർത്താവെ, അങ്ങേ പ്രസാദിപ്പിക്കുവാൻ കൃപ തരണമേ എന്ന് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ